കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് ബി.ജെ.പി. രംഗത്ത് വന്നിരിക്കുകയാണ്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതിയാക്കിയുള്ള നാഷണൽ ഹെറാൾഡ് കേസിലെ ഇ.ഡി. കുറ്റപത്രം രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ഗൂഢപദ്ധതികളുടെ ഭാഗമാണെന്നാണ് കഴിഞ്ഞ ദിവസം എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ബി.ജെ.പി. രംഗത്ത് വന്നിരിക്കുന്നതും. അഴിമതിയുടെയും തട്ടിപ്പിന്റെയും തുറന്നതും അടച്ചതുമായ കേസിൽ ഇ.ഡി. അല്ല, മറിച്ച് പൊതുസ്വത്ത് ദുരുപയോഗം ചെയ്തതിന് സ്വന്തം നേതാക്കൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് എന്നതാണ് കേന്ദ്ര മന്ത്രിയായ ഹർദീപ് സിംഗ് പുരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഹരിയാനയിലും കേന്ദ്രത്തിലും കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഭൂമി കയ്യേറ്റത്തിൽ നിന്ന് ലാഭം നേടിയെന്ന് ആരോപിച്ച് റോബർട്ട് വാദ്രയെയും പാർട്ടി ആക്രമിക്കുകയും ചെയ്തു. അതുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് തട്ടിപ്പ്, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുടെ തുറന്നതും അടച്ചതുമായ ഒരു കേസാണ്. കേസ് എങ്ങനെയെങ്കിലും വൈകിപ്പിക്കുവാനും വഴിതെറ്റിക്കുവാനും കോൺഗ്രസ് പാർട്ടി അവരുടെ അഭിഭാഷകരെ ഉപയോഗിക്കുകയാണ്. ബി.ജെ.പി. അധികാരത്തിലില്ലാത്ത 2012-13 കാലഘട്ടത്തിലാണ് കേസ് ആരംഭിച്ചതെന്നും വെറും 50 കോടി രൂപ നൽകി 2000 കോടി രൂപയുടെ പൊതുസ്വത്ത് എങ്ങനെ സമ്പാദിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. 2014 കേസ് കേട്ട മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പൊതുപണം വ്യക്തിഗത ഉപയോഗത്തിലേക്ക് മാറ്റുന്നതിനായി YIL, അതായത് യങ് ഇന്ത്യ ലിമിറ്റഡിന് ഒരു വ്യാജമായോ മറയായോ സൃഷ്ടിക്കപ്പെട്ടതായി തോന്നുന്നതായും അദ്ദേഹം പറഞ്ഞതായി വ്യക്തമാക്കുന്നു. അഴിമതിയുടെ പാഠങ്ങൾ മാത്രം പഠിച്ചവർക്ക് നന്മയുടെ വഴി അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതാണ് ഇവർ പലകുറി തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെയും അമ്മയുടെയും അഴിമതിയുടെ കേസ് ഏപ്രിൽ 25-നാണ് കോടതി പരിഗണിക്കുന്നത്. സോണിയാഗാന്ധി 1-ാം പ്രതിയായും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമായാണ് ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന AJL യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതിൽ സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ട് ദുരുപയോഗവും നടത്തി എന്നതാണ് കേസിൽ പറയുന്നത്. 2023 നവംബറിൽ ഡൽഹി, മുംബൈ, ലക്നൌ എന്നിവിടങ്ങളിലെ 661 കോടി രൂപ വിലമതിക്കുന്ന സ്ഥാപന വസ്തുക്കളും അതുപോലെ 90.2 കോടി രൂപ വിലമതിക്കുന്ന AJL ഓഹരികളും ഇ.ഡി. താൽക്കാലികമായി കണ്ടുകെട്ടുകയായിരുന്നു ചെയ്തത്. മുംബൈയിലെ ഹെറാൾഡ് ഹൗസിലെ 3 നിലകളിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ജിന്നൽ സൗത്ത് വെസ്റ്റ് പ്രൊജക്ടിന് പ്രത്യേക നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. 2014 ഡൽഹി കോടതിയിൽ സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജിയിൽ നിന്നാണ് 2021 കേസിൽ ഇ.ഡി. അന്വേഷണം ആരംഭിക്കുന്നത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ചേർന്നുകൊണ്ടാണ് യങ് ഇന്ത്യ വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നതാണ് പരാതിയിലെ ആരോപണമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.